ഇംഗ്ലീഷ് വാക്കുകളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ശരിക്കും സൂപ്പറാണ്. കാരണം നന്നായി വായിച്ചും കുറേ ഇംഗ്ലീഷ് വീഡിയോസും ഓഡിയോ ഒക്കെ കേട്ട് ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അർത്ഥമൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഈ വാക്കുകളൊക്കെ എന്താ അതിൻ്റെ അർത്ഥം എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോയിൽ 20 വാക്കുകളുണ്ട്. കുറച്ച് ഡിഫിക്കൽട്ടി B1, B2 to C1 ലെവലുള്ള വാക്കുകളാണ്. അപ്പോൾ ആ വാക്കുകൾ തന്നിട്ട് ഓരോന്നിനു ശേഷം 4 ഓപ്ഷൻസ് തരാം. അപ്പോൾ ആ ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ, ഈ വാക്കിൻ്റെ തന്നിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം കറക്റ്റായിട്ട് വരുന്ന ഏത് വാക്കാന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യാം. ഇനി ഈ പ്രോസസ്സ് കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു സെൻറ്റൻസ് കൂടി തരാം. അപ്പോൾ ആ സെൻറ്റൻസ് കാണുമ്പം ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും ഏതാണ് ഈ വാക്കിൻ്റെ അർത്ഥമുള്ള വാക്കെന്ന്. ഓക്കെ, തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ വാക്ക് ഫ്രൂഗൽ. വേസ്റ്റ്ഫുൾ, മോഡസ്റ്റ്, കെയർഫുൾ വിത്ത് മണി, impulsive. Despite his wealth, he remained frugal, spending only on necessities. Answer: careful with money. ഫ്രൂഗൽ എന്ന് വെച്ചാൽ പൈസ സ്പെൻഡ് ചെയ്യുമ്പം സൂക്ഷിച്ചൊക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഫ്രൂഗലാന്ന് പറയും. എന്നുവെച്ചാൽ ധാരാളിയല്ല, ആവശ്യങ്ങളൊക്കെ നോക്കി കാശ് ചെലവഴിക്കുന്ന ആളെയാണ് ഫ്രൂഗൽ എന്ന് പറയാം. അടുത്ത ചോദ്യം. ഇൻസ്റ്റിൽ, റിമൂവ്, എൻകറേജ്, ഡിലേ, ഡിസ്ഗൈസ്. The teacher tried to instill a love of reading in her students. ഉത്തരം encourage. Instill means to gradually introduce or develop an idea or feeling. അടുത്തത് meticulous. Careless, detailed, confusing, brief. Her meticulous notes helped everyone prepare for the exam. Meticulous means detailed. Meticulous means showing great attention to detail. Okay? Meticulous. അടുത്തത് caustic. Harsh, humorous, generous, mild. The critics' caustic review angered the filmmakers. Answer is harsh. Caustic എന്ന് വെച്ചാൽ ഭയങ്കര സിവിയർ ആയിട്ട്, ക്രിട്ടിക്കലായിട്ട്, അല്ലെങ്കിൽ ഭയങ്കര സർക്കാസം ഉള്ളത്. സർക്കാസ്റ്റിക്, പുച്ഛിക്കുന്നത്, ഭയങ്കര സർക്കാസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പറയില്ലേ, ഓ എന്തൊരു ഗംഭീര പടമായിരുന്നു എന്ന് വെച്ചിട്ടൊക്കെ പുച്ഛിച്ച് പറയില്ലേ നമ്മൾ. സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ വിമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിമർശിക്കുമ്പോൾ നമ്മളതിനെ കോസ്റ്റിക് എന്ന് പറയും. പല റിവ്യൂസും മൂവി റിവ്യൂസൊക്കെ അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെ പറയാം, കോസ്റ്റിക്. ഓക്കെ, അടുത്തത് സ്പാർട്ടൻ. ലക്ഷൂറിയസ്, സിമ്പിൾ, മോഡേൺ, ഫാഷനബിൾ. The monk lived a Spartan lifestyle, owning little more than a robe and a bowl. Answer: simple. Spartan എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയിൻ അല്ലെങ്കിൽ ലാക്കിംഗ് കംഫർട്ട്. അടുത്തത് procrastination. Laziness, enthusiasm, efficiency, punctuality. The students' procrastination led to rushed and incomplete work. Answer: laziness. Procrastination എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ ഡിലേ ചെയ്യില്ലേ, പിന്നീട് ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിക്കില്ലേ, the act of delaying tasks. അടുത്തത് benevolent, generous, strict, indifferent, selfish. The company's benevolent founder donated millions to charity. Answer is generous. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കൈൻഡായിട്ടും ഭയങ്കര ഗിവിങ് ആയിട്ടുള്ളൊക്കെ ആൾക്കാർ നമ്മൾ ബെനവലൻ്റ് ആണെന്ന് പറയും. എന്ന് വെച്ചാൽ കുറേ നിസ്വാർത്ഥമായ ആൾക്കാർക്ക് കൊടുക്കാനുള്ള മനസ്സുള്ള ആൾക്കാരെ. ഓക്കെ, അടുത്തത് നോൺഷലന്റ്, ആങ്ഷ്യസ്,
indifferent, enthusiastic, cautious. His nonchalant attitude made it seem as if he didn't care about the competition. Answers: indifferent. എന്നുവെച്ചാൽ ഭയങ്കര ഇൻഡിഫറെൻ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഒന്നിനെ പറ്റിയും ബോധേഡ് അല്ലാണ്ട് വളരെ കാമായിട്ടിരിക്കുകയാണെങ്കിൽ ഇൻഡിഫറെൻ്റ് ആണ് നമ്മൾ. ഓക്കെ, എന്താ നടക്കണമെന്ന് നമുക്ക് അതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. സോ നോൺഷലന്റ് മീൻസ് കാം ആൻഡ് അൺകൺസേൺഡ്. അടുത്തത് പെർപ്ലെക്സ്ഡ്, കൺഫ്യൂസ്ഡ്, ഇൻസ്പയർഡ്, റിലീവ്ഡ്, സാറ്റിസ്ഫൈഡ്. The detective was perplexed by the lack of evidence. Answer is confused. So, to be perplexed means to be puzzled or unsure. ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുക, എന്താ ഇങ്ങനെ വണ്ടർ അടിക്കില്ല നമ്മൾ, പെർപ്ലെക്സ്ഡ്, കൺഫ്യൂസ്ഡ് ആവുക. അടുത്തത് അഡ്വേഴ്സിറ്റി, ഓപ്പർച്യൂണിറ്റി, ഡിഫിക്കൽട്ടി, ബ്ലെസ്സിങ്, കംഫർട്ട്. Despite the adversity, he remained optimistic and determined to succeed. Answer: difficulty. Adversity എന്ന് വെച്ചാൽ ഹാർഡ്ഷിപ്പ് അല്ലെങ്കിൽ ചലഞ്ച്, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, അതാണ് അഡ്വേഴ്സിറ്റി. അടുത്തത് എലക്വൻറ്റ്, ഇമോഷണൽ, ക്ലിയർ ആൻഡ് പെർസ്വേസീവ്, റെപ്പറ്റേറ്റീവ്, കൺഫ്യൂസ്ഡ്. The lawyer's eloquent closing argument convinced the jury. ഉത്തരം ക്ലിയർ ആൻഡ് പെർസ്വേസീവ്. വളരെ വ്യക്തവും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് അവതരിപ്പിക്കുന്നതിനാണ് എലക്വൻറ്റ് എന്ന് പറയാം. സോ എലക്വൻറ്റ് മീൻസ് ഫ്ലുവൻറ്റ് ആൻഡ് എക്സ്പ്രസീവ് ഇൻ സ്പീക്കിംഗ് ഓർ റൈറ്റിംഗ്. അടുത്തത് ഈ വാക്ക് ഈസോറ്ററിക് അല്ലെങ്കിൽ എസോറ്ററിക് രണ്ട് രീതിയിലും പ്രൊനൗൺസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈസോറ്ററിക് എന്താ മീനിങ് വരിക? സിമ്പിൾ, മിസ്റ്റീരിയസ്, സ്പെഷ്യലൈസ്ഡ്, റെപ്പറ്റേറ്റീവ്. The professor's lecture was so esoteric that only a few students could understand its complex arguments. എന്നുവെച്ചാൽ ആൻസർ ഇസ് സ്പെഷ്യലൈസ്ഡ്. Esoteric means understood only by a small knowledgeable group. കുറച്ച് ബുദ്ധിജീവികൾക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിലായിരുന്നു പ്രൊഫസറിൻ്റെ അവതരണം. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? കുറച്ച് പേർക്ക് അതിനെക്കുറിച്ച് ബേസിക്സ് ഒന്നും പറയാണ്ട് അല്ലെങ്കിൽ ആ ലാർജർ പിക്ചർ ഒന്നും കൊടുക്കാണ്ട് ഓൾറെഡി കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നവർക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിൽ. ഓക്കെ, എസോട്രിക്. അടുത്തത് പ്ലാറ്റിറ്റ്യൂഡ്സ്, ഡീപ്പ് ഇൻസൈറ്റ്സ്, എംപ്റ്റി സ്റ്റേറ്റ്മെൻറ്റ്സ്, ടെക്നിക്കൽ ഡേറ്റ, emotional appeals. The politician's speech was filled with platitudes, offering cliches instead of real solutions. മനസ്സിലായോ? എംപ്റ്റി സ്റ്റേറ്റ്മെൻറ്റ്സ്, പൊള്ളത്തരങ്ങൾ, അതാണ് പ്ലാറ്റിറ്റ്യൂഡ്സ്. പ്ലാറ്റിറ്റ്യൂഡ്സ് ആർ ഓവർ യൂസ്ഡ് മീനിങ്ലെസ് റിമാർക്സ്. പ്രത്യേകിച്ച് അതിന് ഒന്നും ഗ്രഹിക്കാൻ മാത്രം ഒന്നുമില്ല, വെറും പൊള്ളയായ വാക്കുകളാണ്. എന്നുവെച്ചാൽ വാഗ്ദാനങ്ങളല്ല പറയുന്നത്, അതിലൊന്നും ഒരു മീനിങ്ങും ഇല്ല, ഒന്നുമില്ല, കുറേ വാക്കുകൾ ഇങ്ങനെ പറയാം. അടുത്തത് അസ്റ്റ്യൂട്ട്, നൈവ്, ക്ലെവർ, കെയർലെസ്, അൺസർട്ടൻ. The CEO was known for her astute business sense, quickly identifying profitable opportunities. Answer: clever. So astute means having sharp judgment and insight. നല്ല ഷാർപ്പായിട്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി കറക്റ്റായിട്ട് ജഡ്ജ്മെൻ്റ് ഒക്കെ എടുക്കുന്ന ആൾക്കാരില്ലേ, അവർക്ക് നമുക്ക് അസ്റ്റ്യൂട്ട് സെൻസ് ഒക്കെ ഉണ്ടെന്ന് പറയാം. ക്ലെവർ എന്നാണ് അർത്ഥം. അടുത്തത് പ്രാഗ്മാറ്റിക്. ഇത് നമ്മൾ കുറേ കേൾക്കുന്നൊരു വാക്കാണ്. ഓപ്ഷൻസ്: പ്രാക്ടിക്കൽ, ക്രൂവൽ, impulsive, risky.
The manager's decision to cut staff was viewed as pragmatic rather than emotional. Answer? Practical. So pragmatic means practical and realistic. വളരെ പ്രായോഗികമായ നമ്മൾ സൊല്യൂഷൻസ് അപ്ലൈ ചെയ്യില്ലേ, അതാണ് പ്രാഗ്മാറ്റിക്. ഓക്കെ, പ്രാഗ്മാറ്റിക് നല്ല വാക്കാണ്, പഠിച്ചു വെച്ചോളൂ കേട്ടോ. അടുത്തത് കൊറോബറേറ്റ്. ഓപ്ഷൻസ്: weaken, support, contradict, ignore. The new evidence will corroborate the witness's testimony. ആൻസർ എന്താ? സപ്പോർട്ട്. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വല്ല ഡോക്യുമെൻറ്റ്സോ അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും എവിഡൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കൊറോബറേറ്റ് എന്ന് പറയും. ദ എവിഡൻസ് വിൽ കൊറോബറേറ്റ് ദ ടെസ്റ്റിമണി. അപ്പോൾ കൊറോബറേറ്റ് മീൻസ് ടു കൺഫേം ഓർ സ്ട്രെങ്തൻ ദ എവിഡൻസ്. ഓക്കെ, അടുത്തത് ominous. Comforting, cheerful, threatening, peaceful. Ominous. The old mansion had an ominous silence that made everyone uneasy. Threatening, അതാണ് ആൻസർ. threatening, നമ്മളെ ഭീതിപ്പെടുത്തുന്ന. അപ്പോൾ ominous means suggesting something bad will happen. എന്തെങ്കിലും മോശമായത് അല്ലെങ്കിൽ എന്തെങ്കിലും ഭയാനകമായ കാര്യം സംഭവിക്കാൻ പോവുക എന്നുള്ള ഫീലിംഗ് തരുന്ന സംഭവമാണ് ominous. ominous silence. അടുത്തത് ഡിഫ്യൂസ്. ഇൻക്രീസ്, spread, reduce, ignore. The manager's calm reaction helped diffuse the tension in the room. Answer? Reduce. Diffuse. ഇങ്ങനെ diffuse the tension എന്നൊക്കെ പറഞ്ഞാൽ it means to lessen or spread out a tense situation. എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഭയങ്കര ഇങ്ങനെ ടെൻഷനുള്ള സിറ്റുവേഷനൊക്കെ ഒരാൾ എന്തെങ്കിലും ഒരു ചിലപ്പോൾ ഒരു ജോക്ക് പറഞ്ഞു അല്ലെങ്കിൽ കാമായിട്ട് അത് കൈകാര്യം ചെയ്തിട്ട് ആ ടെൻഷൻ ഡിഫ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ അത് കുറയ്ക്കുക. ഓക്കെ, ഡിഫ്യൂസ്. ബോംബ് ഡിഫ്യൂസ് ചെയ്യാന്ന് കേട്ടിട്ടില്ലേ, അത് ഓർത്താൽ മതി. അപ്പം അടുത്തത് സക്സിങ്ക്റ്റ്. ഓപ്ഷൻസ്: ലെങ്തി, കൺഫ്യൂസിങ്, brief and clear, emotional. Her remarks were so succinct that she managed to explain the entire concept in just 2 sentences. Succinct ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. Brief and clear, അതാണ് ആൻസർ. So succinct means expressed in a few words, which is concise and to the point. വളരെ കുറച്ച് വാക്കുകൾ കൊണ്ട് കൃത്യമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിനാണ് സക്സിങ്ക്റ്റ് ആയിട്ട് പറയാന്ന് പറയാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവർക്കും കുറേ മാർക്ക് കിട്ടിയോ കറക്കി കുത്തിയിട്ട്? അതോ അറിയണ്ടായിരുന്നോ കുറേ? അവസാനത്തെയാണേ, സ്കോർ ചെയ്യാൻ നോക്കണേ. കോൺവല്യൂട്ടഡ്. ഓപ്ഷൻസ്: സിമ്പിൾ, ട്വിസ്റ്റഡ്, ലോജിക്കൽ, ബോറിംഗ്. The lawyer's argument was so convoluted that even experts struggled to follow it. Answer? Twisted. Convoluted എന്ന് വെച്ചാൽ ട്വിസ്റ്റ് ചെയ്തിട്ടുള്ളത്, നേരെയല്ല, വളഞ്ഞു തിരിഞ്ഞിട്ടുള്ളത്. So convoluted means extremely complex or difficult to follow. അപ്പോൾ പെട്ടെന്ന് മനസ്സിലാവാത്തത്, വളഞ്ഞ് തിരിഞ്ഞ് ഓരോ കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഭയങ്കര കോംപ്ലെക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കോൺവല്യൂട്ടഡ് എന്ന് പറയും. അപ്പോൾ എത്ര പോയിന്റ് കിട്ടി? 20-ൽ 15-ന് മുകളിൽ കിട്ടിയ ആൾക്കാർ സത്യസന്ധമായിട്ട് പറയണം 15-ന് മുകളിൽ കിട്ടിയെന്ന്. അപ്പോൾ അവർ അത്യാവശ്യം പുസ്തകങ്ങൾ വായിക്കുന്ന ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ആ സെൻറ്റൻസ് പറഞ്ഞില്ലേ, അതിൻ്റെ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് മീനിങ് കണ്ടെത്താൻ പറ്റും. പല ഇംഗ്ലീഷിലെ വാക്കുകളും നമുക്ക് ബേസിക് വാക്കുകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റും. പക്ഷെ പലപ്പോഴും നമ്മുടെ നല്ല വൊക്കാബുലറി ഉണ്ടാവുന്നത് ഒരു അസറ്റാണ് അല്ലേ. ഇപ്പം മലയാളത്തിൽ തന്നെ വളരെ നന്നായി പ്രസംഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവർക്കൊക്കെ നല്ല മലയാളത്തിലെ വാക്കുകളൊക്കെ അറിയുണ്ടാവും. ഇവൻ മലയാളം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ മലയാളികളായിട്ടും മീനിങ് മനസ്സിലാക്കാൻ ചിലപ്പോൾ കുറച്ച് പാടായിരിക്കും ചില പാഠഭാഗങ്ങളൊക്കെ. അതെന്താ കാരണം? അതിൻ്റെ കഠിനമായ
വൊക്കാബുലറി അല്ലേ, വാക്കുകൾ അല്ലെങ്കിൽ പ്രയോഗങ്ങളൊക്കെ കാരണമാണ്. അപ്പോൾ ഇംഗ്ലീഷ് അതുപോലെ തന്നെ നമ്മൾ നല്ല നല്ല വാക്കുകളൊക്കെ പഠിച്ചാൽ നല്ലതാണ്. പക്ഷെ പഠിക്കാൻ നല്ല കുത്തിയിരുന്ന് പഠിക്കാൻ ഡിഫിക്കൽട്ടാണ്. അങ്ങനെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, കുറച്ച് സമയമല്ലേ നമുക്കുള്ളൂ. പക്ഷെ പുസ്തകങ്ങൾ വായിക്കുന്നത് നല്ലൊരു കാര്യം. അപ്പം ഞാൻ എന്താ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ കിൻഡിൽ എന്ന് പറഞ്ഞിട്ട് ആമസോണിൻ്റെ ഒരു സംഭവമുണ്ട്, കിൻഡിൽ റീഡ് ചെയ്യുന്ന ബുക്ക് റീഡ് ചെയ്യുന്ന ബുക്ക് റീഡർ. അതിൻ്റെ തന്നെ മൊബൈലിലുണ്ട് അതിൻ്റെ കിൻഡിൽ ആപ്പ്. അപ്പോൾ നമുക്ക് കിൻഡിൽ നിന്ന് സ്റ്റോറിൽ നിന്ന് പുസ്തകം വാങ്ങിച്ചാൽ ഈ കിൻഡിൽ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും വാക്ക് അറിയില്ലെങ്കിൽ അത് ഞെക്കുക, അതിൻ്റെ മീനിങ് കിട്ടും. അത് നല്ലൊരു പരിപാടി. അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ ഡിക്ഷണറിയിൽ നിന്ന് എടുക്കാണ്ട് അതിൽ തന്നെ നോക്കിയിട്ട് വായിക്കുമ്പോൾ തന്നെ മീനിങ് നോക്കി പോകാൻ പറ്റും. അപ്പോൾ അതൊരു നല്ല പരിപാടിയായി തോന്നുന്നുണ്ട്. പിന്നെ ബുക്ക് വായിക്കുക, പുസ്തകങ്ങൾ എടുത്ത് വായിക്കുകയാണെങ്കിൽ ഒരു ഡിക്ഷണറി എടുത്ത് വെച്ച് നോക്കുന്നത് നല്ലതാണ്. നമ്മൾ വിചാരിക്കുന്ന മീനിങ് ഒന്നും ആയിരിക്കില്ല ചിലപ്പം. എനിക്ക് അറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആൾക്ക് കുറേ വാക്കുകൾ നല്ല നല്ല വാക്കുകൾ അറിയാം കേട്ടോ. ഞാൻ പലപ്പോഴും ഇതിൻ്റെ മീനിങ് എന്താണെന്ന് ആലോചിക്കുമ്പോൾ ആൾ പറയും ഇങ്ങനത്തെ മീനിങ് ഇതാണെന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ് പഠിച്ചതെന്ന്. ഒന്നാൾ GRE ഒക്കെ ഇങ്ങനത്തെ എക്സാമില്ലേ, ടോഫൽ GRE അങ്ങനത്തെ ഒക്കെ എക്സാംസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് ആൾ ഏതെങ്കിലും ഒരു വാക്ക് അറിയില്ലെങ്കിൽ അപ്പോൾ തപ്പും. അങ്ങനെ ഒരു ശീലമുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ തപ്പുമ്പോൾ നമ്മളത് അങ്ങനെയാണല്ലേ എന്നുള്ള ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും ആർക്ക് ഇപ്പം ഇതിനൊക്കെ ടൈം, പക്ഷേ അതിന് എഫേർട്ട് എടുക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ റിസൾട്ടും കിട്ടും. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായ ഒരു കാര്യം ചെയ്യുമ്പോഴല്ലേ ബാക്കിയുള്ള ക്രൗഡിനേക്കാൾ നമ്മൾ കുറച്ച് ഡിഫറെൻ്റ് ആവുക. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എക്സ്ട്രാ എഫേർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണം നമുക്ക് കിട്ടും. ഇപ്പോൾ ഇംഗ്ലീഷൊക്കെ എസ്പെഷ്യലി ഗ്രാമർ കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ കോഴ്സ് എടുത്ത് പഠിക്കാം. ഞാൻ കോഴ്സ് ഓഫർ ചെയ്യുന്നുണ്ട്, 2 കോഴ്സുകൾ. അതല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇൻ്റർമീഡിയറ്റ് സ്റ്റേജാണ് അല്ലെങ്കിൽ കുറച്ച് അഡ്വാൻസ് സ്റ്റേജാണ്, നിങ്ങൾക്ക് അതിനെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ കോഴ്സ് എടുക്കാനൊന്നും നിൽക്കരുത്. വായിക്കുക ധാരാളം, വായിച്ചാൽ തന്നെ കുറേ വളരും. ഞാനിങ്ങനെ ബേസിക് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, കുറച്ച് ചെറിയ മോട്ടിവേഷൻ കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ചാനലുണ്ട്, ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ചാനലാണ്. അതാണ് എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ. ഞാൻ ഇടയ്ക്ക് വീഡിയോസൊക്കെ ഇടാറുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ വന്നാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുമാതിരി ഇങ്ങനത്തെ മോട്ടിവേഷൻ കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടും. ഈ 2025 അവസാനിക്കാൻ പോവല്ലേ, അപ്പോൾ അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഇംഗ്ലീഷിനെ സംബന്ധിച്ചല്ല, ജനറലി ഉള്ള കുറച്ച് കാര്യങ്ങൾ കുട്ടികൾക്കാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം ജീവിതത്തിൽ എന്ന് ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.